ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നല്ല കൊട്ട വെയിലാണ് കേട്ടോ. കണി വയ്ക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ പറിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ പുരയിടത്തിൽ പോയിട്ട് അവിടെ നിന്ന് ചക്ക എടുത്തിട്ട് വരാം. അതിനായിട്ട് ഇങ്ങനെ പോവുകയാണ്. ചക്ക അടക്കാൻ വലിയ ചക്കയുടെ കുഞ്ഞു ചക്കയിൽ കണിക്ക് വയ്ക്കുന്നത്. വലിയ ചക്ക. അയ്യോ തേങ്ങൊട്ടി ഗൈസ്. മൂട്ടിൽ ചക്ക ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പുറകെ ഇരിക്കുന്ന നോക്കിയാണ് അത് വലിയ ചക്കയാണെന്ന് തോന്നുന്നു. വലിയ അതുകൊണ്ടൊരു ഇരട്ടച്ചക്ക ഇരിക്കുന്നുണ്ട്. ഒരു ഇരട്ടച്ചക്ക തിന്ന ഇരട്ട കൊച്ചുങ്ങളുണ്ടാവും ചിലപ്പോൾ. യോ പൊന്നേ, ഇതാണ് നമ്മുടെ പുരയിടം. ഓ നമ്മുടെ വീട്. ഇല വേണ്ടേ? നമ്മളെ പുരയിടത്തില്ലാത്തോണ്ട് തൊട്ടപ്പുറത്തെ വീട്ടില് പ്ലാവിന്ന് ഒരു ചെറിയ ചക്ക അടക്കാനായിട്ട് വന്നേട്ടാ. അത് പച്ച കേട്ടാ. കൊച്ചി എന്താണ് മുറ്റം തൂക്കണം. നമ്മളെ വീട്ടിലുണ്ട് 2 പെമ്പിള്ളേര്. ഒരു ഉപയോഗവും ഇല്ല. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആടേട്ടൻ. എത്തൂലേ? ഓഹോ, മിഷൻ ഫെയിൽഡ് ആയിക്കാണ്. ഒടിഞ്ഞ് വീഴല്ലേ? അതിസാഹസികമായി വലിഞ്ഞു കയറി. മരത്തിൽ കയറിയിട്ട് എത്ര വർഷമാണെന്നറിയാമോ? അവസാന സംഭവം കിട്ടി ഗൈസ്. ചക്ക. പക്ഷെ ഇവിടെ എങ്ങനെ പറിക്കും? പഴുക്കുമ്പോഴാ ഇത് പാണ്ടി മാങ്ങയല്ലേ മറ്റേ നിൽക്കുന്ന ചാമ്പയ്ക്ക്. കുറേ നാളായി സാധനം തിന്നിട്ട്. നെക്സ്റ്റ് മാങ്ങ ചെളി. നീ നിന്ന് പറിക്കാനാണിപ്പോൾ നിന്റെ സ്വന്തം പെരയിടത്തിൽ നിന്ന് പറിക്കാനും. ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ല. കയറി അങ്ങ് പറിക്കുകയാണ്. ഓണർ ഉണ്ടല്ലോ. അത് കൊച്ചല്ലേ അവിടുത്തെ? അത് പിന്നെ ഓണറല്ലേ. കരിങ്കമ്പിയിൽ നിങ്ങൾ പിടിക്കില്ല. അവസാനം കരിഞ്ഞ അവിടെ ഇരിക്കേ. ഓ മൈ ഗോഡ്, അതിൽ തൂങ്ങി കിടക്കണായിട്ട്. പൊളിഞ്ഞു പോകരുത്. തറ വീണ അത് പോവും. അതുകൊണ്ടാണ് തറ വീഴാതെ ലെവലിന് എടുക്കണം. 2 സാധനമായി. ചക്കയായി മാങ്ങയായി. കരിക്ക് കിട്ടിയില്ലല്ലോ. തേങ്ങ വെട്ടിയിട്ട് പോകില്ല. ഏട്ടൻ തണ്ട കണി ഒരുക്കാൻ എല്ലാ വർഷവും എൻ്റെ ഏട്ടനാണ് ഇവിടെ കണിയൊക്കെ ഒരുക്കുന്നത്. 1-2 വർഷം നമ്മൾ ഒരുക്കി. അതിന് മുന്നേ എൻ്റെ കല്യാണത്തിന് മുന്നേയൊക്കെ ഫുള്ള് ഏട്ടനാണ് ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണിയായാലും ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും അല്ലേ ഏട്ടാ? ഫുൾ അന്ന് ഈ ലൊക്കാലിറ്റിയിലുള്ള അത്രയും പയ്യന്മാർ ഇവിടെ കാണും. ഇന്ന് പക്ഷെ ആരും ഇല്ല. എല്ലാവരും അവരവരുടെ ജോലി തിരക്കുകളായിട്ട് എറണാകുളത്തും ഗൾഫുകളിലും അങ്ങ് കുഞ്ഞൊക്കെ ആയിട്ട് ബിസി ലൈഫാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു മണിയെ എന്താണ്ട ഉള്ള വാട്ടർ മെലൺ എല്ലാം തിന്നിട്ട് മണി എന്താ കിടന്ന് ടി വി കാണാണ്. ടി വി മണിയെ ടി വി കാണാണ്. എന്താണ്ട സ്പൈഡർമാൻ. ഫേവറേറ്റ് ആരാണ്? സ്പൈഡർമാൻ.
മാല മേടിക്കാൻ പറഞ്ഞ അതിപ്പോൾ ഇപ്പം നമ്മളെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് എല്ലാ ഐറ്റംസും എടുത്തോളൂ. മലക്കറി എടുത്തായിരുന്നു ഏട്ടാ? മലക്കറി ഇല്ല വേണ്ട. നമ്മളതിൽ ഉള്ള എല്ലാ ഐറ്റംസും കൊണ്ട് ചെറിയൊരു വിഷുക്കണി. കുറേ ഐറ്റമൊന്നും ഇല്ല, എന്നാലും ഉള്ളതെല്ലാം ഉണ്ട്. ഐ പപ്പയുടെ ഫോൺ അങ്ങോട്ട് കൂടെ പൊന്നെ. ചക്ക, പൈനാപ്പിൾ, വെള്ളരി. പക്ഷെ നമുക്കിവിടെ ഇത് റിസ്ക് ആണ് ഇവിടെ വെക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരെ കാരണം ഒരു നിവർത്തി ഇല്ലാത്തൊരു ഏരിയയാണ് നമുക്കുള്ളത്. ഒരു നേരം ആകുമ്പോഴത്തേക്ക് കുരങ്ങന്മാർ പിന്നെ കിട്ടി. കുരങ്ങനും ഉണ്ട്, പട്ടിയും ഉണ്ട്. ചെറുകുറ്റി 5ന്റെ കുറ്റിയാണ് കിട്ടിയത്. മറ്റേത് എടുത്താൽ മതി. വർഷത്തെ വിഷുവിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോട്ടെ? എന്താണ് ഈ വർഷം എന്താണ്? 1-ാം തീയതി അല്ല വിഷു, 2-ാം തീയതിയാണ് വിഷു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൻ്റെ അന്ന് സാധാരണ വിഷു 1-ാം തീയതി നമ്മളല്ലേ വിഷു ആഘോഷിക്കുന്നത്. ഇത് 2-ാം തീയതി ആയി പോയതുകൊണ്ടൊരു ഗുമ്മില്ലാത്ത പോലുണ്ട്. ഇനി കൃഷ്ണനെ എവിടെ വയ്ക്കും ഏട്ടാ? മുകളിലാ? കൃഷ്ണൻ വയ്ക്കാനാണ് ഈ സ്ഥലം. ഇപ്പം മുകളിലത്തെ ഇതൊക്കെ അവിടെ അത് വിളക്ക് കത്തിക്കണ്ടേ? അത് കത്തിക്കണം. എല്ലാം വിളക്കെല്ലാം കത്തിക്കണം. അയ്യോ, അവനെ നീ എടുക്കണ്ട. അവനെ നീ എടുത്ത തറ വീണ് പൊട്ടും. കൃഷ്ണനെ ഷോക്കേസിൽ നിന്ന് എടുക്കണമായിരുന്നു പറയണത്. അവനെ ഞാൻ എടുത്തോണ്ട് വരാമെന്ന്. അയ്യോ, മക്കൾക്ക് എടുക്കണ്ട. മക്കളെടുക്കല്ലേ. മക്കളെടുത്താൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? തറ വീണ് പൊട്ടും പൊന്നാ. ഒടിഞ്ഞു പോയേട്ടാ അത്. കത്തി എവിടെ? കത്തിയോക്കളെ. ഇതാണ് മൈപ്പീലി. കിച്ചണനാ? കിച്ചണനാര്? കിച്ചണൻ ദൈവം. കൃഷ്ണ ഇത് താന്നു പോയാട്ടാ. ഇത് മുകളിലിരിക്കണേലും നല്ലത്. ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ പറയും തട്ടത്ത് വെച്ചിട്ട് ആ പടം ഇവിടെ വെച്ചിട്ട് കൃഷ്ണന് മുകളിൽ ഇതിൽ പോയി. ഇവിടെ കൃഷ്ണൻ എവിടെ വയ്ക്കണം? കൃഷ്ണനെ കാണത്തില്ല. ഇനി കുനിഞ്ഞു നോക്കണം. ഉണ്ടോ? മുകളിലാകുമ്പോൾ വന്ന് തുറന്ന് കൊച്ചുങ്ങൾ കാണാനും പറ്റും രാവിലെ. അവിടെ എന്നിട്ട് അവിടെ നമുക്ക് പൂവ് വരുമ്പോൾ മാത്രം ഇടണം. മേളിൽ നിൽക്കുന്ന പൂവെല്ലാം കൂടെ പറിക്കാം. മുണ്ടുണ്ടേ? മുണ്ട്, പുതിയ മുണ്ട്. കസവ് മുണ്ട് വേണ്ടേ? കണീര ഏകദേശം ഉള്ളതൊക്കെ കഴിയാറായി. കുറച്ച് പൂവിനായിട്ട് പോയിക്കാണ് ഏട്ടാ. അവക്ക് പോവണ്ടേ? അപ്പം നമ്മൾ തരുണി മണികളൊക്കെ കുളിച്ച് റെഡി ആയിട്ട് താണ്ട വിളക്ക് എത്തിക്കാനായിട്ടിരിക്കുകയാണ്. ദയ്യോ, മുണ്ടെടുത്താടേ. മുണ്ടൊക്കെ ഉടുത്ത് ഡേ അമ്പാടി കണ്ണാ നീയാട് കാഞ്ചലം
നമ്മളെ ഒത്തി കഴിപ്പിക്കാം നമ്മളത് അമ്മ നമ്മളും കൂടെ കത്തിക്കഴിഞ്ഞ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വിളക്കത്തിക്കാൻ പാലിക്കും. ഒന്ന് നമുക്ക് പുറത്തൊക്കെ വീഴും. അമ്മ അത് സോണം. അടി കൂടല്ലേ. ഓമന കൃഷ്ണനല്ല, രാധാകൃഷ്ണനാണ്. ഓമന കൃഷ്ണ വാടി നീ ഗുരുവായൂരപ്പ വാടി. ഗുരുവായൂരപ്പ നടയിൽ ഒരിക്കൽ വന്നു ചേർന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.